നമസ്കാരം. കേരളത്തിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും വിശ്വസ്ത ധനകാര്യ സ്ഥാപനമായ KSFയിൽ ഇടത് സർക്കാരിന്റെ കാലത്ത് നടന്ന ക്രമക്കേടുകൾ അധികാരത്തിന്റെ മെടുക്കിൽ മൂടിവെച്ചതായിരുന്നു. പി ശശിയുടെയും പിണറായിയുടെയും വിശ്വസ്തനായ SK സനിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രമക്കേടുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. സർക്കാർ മാറിയിട്ടും ഇദ്ദേഹത്തെ ആ കസേരയിൽ നിന്നും മാറ്റാത്ത നടപടിയും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. യോഗ്യതയില്ലാതെ കഴിഞ്ഞ 4 വർഷമായി KSFയുടെ മാനേജിംഗ് ഡയറക്ടർ ഇൻചാർജ് പദവിയിൽ തുടരുന്ന SK സനിലിന്റെ നേതൃത്വത്തിൽ നടന്ന കോടികളുടെ സാമ്പത്തിക ക്രമക്കേടുകളുടെ കൂടുതൽ വിവരങ്ങളാണ് വിവരാവകാശം വഴി അടക്കം പുറത്തുവരുന്നത്. ഈ സ്ഥാപനത്തെ മറയാക്കി രാഷ്ട്രീയം വളർത്താനും ഇഷ്ടക്കാർക്ക് പണം ചെലവഴിക്കാനുമാണ് സനലും സംഘവും ശ്രമിച്ചത്. ഇതിനായി CSR ഫണ്ടുകൾ ഇഷ്ടക്കാർക്കായി വകമാറ്റിയ വിവരങ്ങളും പുറത്തു വരികയാണ്. ഇതുകൂടാതെ മാധ്യമങ്ങൾക്ക് നൽകിയ പരസ്യങ്ങളുടെ പേരിൽ കമ്മീഷൻ തട്ടിയതായും ആക്ഷേപമുണ്ട്. KSFയുടെ CSR ഫണ്ട് വിനിയോഗത്തിലാണ് ഏറ്റവും വലിയ കള്ളക്കളികൾ നടന്നിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും സമൂഹത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ എന്ന പേരിൽ KSF മാറ്റിപ്പയറ്റുന്നത്. എന്നാൽ ഈ തുക അർഹരായവരിലേക്ക് എത്തുന്നതിന് പകരം CPM നേതാക്കളുടെയും MDയുടെയും ഇഷ്ടക്കാരുടെയും പോക്കറ്റുകളിലേക്കാണ് എത്തുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് വിവരാവകാശ രേഖകൾ. CSR ഫണ്ട് വിനിയോഗത്തിൽ നിബന്ധനകൾ നിലനിൽക്കെ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് CSR ഫണ്ട് സനിലിൽ ചെലവാക്കിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കൊല്ലം ജില്ലയിലെ പഴശ്ശിയിലുള്ള ഒരു സൊസൈറ്റിക്ക് നൽകിയ ഭീമമായ തുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി അന്വേഷിക്കുക പോലും ചെയ്യാതെയാണ് സനിലിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം 75 ലക്ഷം രൂപ CSR ഫണ്ടിൽ നിന്നും അനുവദിച്ചത്. ഫണ്ട് അനുവദിക്കുന്നതിന് മുൻപോ പിൻപോ യാതൊരുവിധ പരിശോധനയും KSF അധികൃതർ നടത്തിയിട്ടില്ല. ഈ 75 ലക്ഷം രൂപ വാങ്ങി അവിടെ വെറും 75,000 രൂപ മാത്രം ചെലവഴിച്ച് ഒരു ചെറിയ മുറി പണിതുയർത്തുക മാത്രമാണ് ചെയ്തത്. ബാക്കി തുക മുഴുവൻ എങ്ങോട്ട് പോയി എന്നതിന് KSFയുടെ പക്കൽ യാതൊരു ഉത്തരവുമില്ല. മറ്റൊരു വിചിത്രമായ ഇടപാട് നടന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ജില്ലയിലെ രാജപുരത്തുള്ള ഒരു കർഷകന് പശുവിനെ വാങ്ങാൻ വേണ്ടി മാത്രം CSR ഫണ്ടിൽ നിന്ന് അനുവദിച്ചത് 7.28 ലക്ഷം രൂപയാണ്. സാധാരണക്കാരന് പശുവിനെ വാങ്ങാൻ ബാങ്കുകൾ ഏതാനും ആയിരങ്ങൾ വായ്പ നൽകുമ്പോൾ KSF MD സ്വന്തം ഇഷ്ടപ്രകാരം 7 ലക്ഷം രൂപയാണ് സബ്സിഡി ഫണ്ടിൽ നിന്നും എഴുതി നൽകിയത്. CPM നേതാക്കളുടെ ശുപാർശയിൽ സ്വന്തക്കാർക്ക് ഫണ്ട് തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ നഗ്നമായ അഴിമതിയാണിതെന്നാണ് ആരോപണം. KSFയിൽ വർഷങ്ങളായി കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന് KSFയുടെ സ്വന്തം വിജിലൻസ് വിഭാഗം തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഈ വിജിലൻസ് റിപ്പോർട്ടുകളെല്ലാം തന്നെ SK സനിൽ എന്ന MD ഇൻചാർജ് സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഈ ക്രമക്കേടുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ചാൽ MD ഉൾപ്പെടെയുള്ള വൻ സ്രാവുകൾ കുടുങ്ങുമെന്നതിനാലാണ് റിപ്പോർട്ടുകൾ വെളിച്ചം കാണാത്തത്. CSR ഫണ്ടിലെ കൊള്ളയ്ക്ക് പുറമെ പരസ്യങ്ങളുടെ പേരിലും KSFയിൽ കോടികളുടെ ദൂർത്താണ് നടക്കുന്നത്. ഏതാണ്ട് 30 കോടി രൂപയാണ് ഓരോ വർഷവും KSF പരസ്യങ്ങൾക്കായി മാത്രം നീക്കിവെക്കുന്നത്. KSFയ്ക്ക് ബിസിനസ് ലഭിക്കുന്ന രീതിയിൽ ശാസ്ത്രീയമായി പരസ്യങ്ങൾ നൽകുന്നതിന് പകരം പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ നടത്തുന്ന പ്രസിദ്ധീകരണങ്ങൾക്കും തങ്ങൾക്കിഷ്ടമുള്ള ദൃശ്യമാധ്യമങ്ങൾക്കും വൻതോതിൽ പണം വാരിയെറിയുകയാണ് ചെയ്യുന്നത്. ഈ 30 കോടി രൂപയിൽ വലിയൊരു പങ്ക് കമ്മീഷൻ ഇനത്തിൽ ഉദ്യോഗസ്ഥരുടെയും ഇടനിലക്കാരുടെയും കൈകളിലേക്കാണ് മടങ്ങിയെത്തുന്നത്. ബാങ്കിംഗ് മേഖലയിൽ യാതൊരു പരിചയവുമില്ലാത്ത SK സനിലിനെ മുൻ KSF ചെയർമാൻ പി ശശിയാണ് തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സംഘടനയിലേക്ക് തിരികെ കയറ്റിയത്. മുൻപ് മാർക്കറ്റ് ഫെഡിന്റെ MDയായി നിയമിക്കപ്പെട്ട സനിലിനെ യോഗ്യതയില്ലെന്ന് കണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഹൈക്കോടതി ബെഞ്ച് കസേരയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുള്ളതാണ്. കോടതി ആട്ടി ഓടിച്ച ഇതേ സനിലിനെയാണ് പിണറായി സർക്കാർ പിന്നീട് 685ഓളം ശാഖകളുള്ള KSFയുടെ സർവാധികാരിയായി അവരോധിച്ചത്. ഏറ്റവും വിചിത്രമായ കാര്യം, അഴിമതിക്കെതിരെ കർശന നിലപാട് പ്രഖ്യാപിച്ച പുതിയ UDF സർക്കാരും മുഖ്യമന്ത്രി VD സതീശനും ഈ അഴിമതി പേരിനെ മാറ്റാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ സനിലിന്റെ ക്രമക്കേടുകൾ തെളിവ് സഹിതം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇയാളെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സർക്കാർ തയ്യാറായിട്ടില്ല. പിണറായി വിജയന്റെ അടുക്കളപ്പുറത്ത് നിന്നും VD സതീശന്റെ അടുക്കളയിലേക്ക് എത്തിയ അവതാരങ്ങളാണ് സനിലിന് പിന്നിലെ ഗോഡ്ഫാദർമാരും.